ശ്രീമദ് ഭാഗവതം നമ്മൾ 29ാമത്തെ ക്ലാസ് ആയിട്ട് സ്കന്ധം 2 10ാമത്തെ അധ്യായം മഹാപുരാണ ലക്ഷണങ്ങൾ. അപ്പോൾ അതിൽ ശ്രീസുകൻ മഹാപുരാണത്തിൽ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് ചുരുക്കി ആദ്യം പറയുകയാണ്. പുരാണങ്ങളിലെ മൂലതത്വങ്ങളുടെ ഉൽപ്പത്തി, അതായത് പ്രപഞ്ച നിയമങ്ങൾ എങ്ങനെയാണ്, പ്രപഞ്ചം നിർമ്മിച്ച ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എങ്ങനെയാണ്, അതിനാണ് മൂലതത്വങ്ങൾ എന്നെല്ലാം പറയുന്നത്. ആ തത്വങ്ങൾ എങ്ങനെയുണ്ടായി, ലോകസൃഷ്ടി അതിനെ എങ്ങനെ സംരക്ഷിക്കുന്നു, ഭഗവാന്റെ അനുകമ്പ മൂലം കർമ്മവാസനകൾ എങ്ങനെയുണ്ടായി, മന്വന്തരങ്ങളുടെ അധിപന്മാർ ആരെല്ലാമാണ്, അവരുടെ ലീലാവിലാസങ്ങൾ എന്താണ്, പരമാത്മാവും ജീവാത്മാവും എന്താണ്, അത് അവസാനം ലയിക്കുന്നത് എങ്ങനെ, പരമാത്മാവിൻ്റെ തത്വങ്ങൾ എന്നിവ ഇവയെല്ലാം ഇതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് പുരാണ കഥകളിൽ. ഇനി 2 മഹാത്മാക്കൾ ഇതിൽ 10ാമത്തേതിൻ്റെ ആശ്രയം, അതായത് സൃഷ്ടി ആദ്യം മുതൽ അവസാനം വരെയുള്ളതിൽ 10 1 മുതൽ, അതായത് 1 എന്ന് പറയുന്ന സർഗം തൊട്ടിട്ട് അവസാനം മോക്ഷം വരെയുള്ളത് 9, മോക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആശ്രയിച്ച് കഴിയും, അതിന് ആശ്രയം എന്നും പറയുന്നു. അപ്പം ഈ 9ൻ്റെ സ്വരൂപത്തെ, 9ൻ്റെ അവസാന ആശ്രയത്തിൻ്റെ സ്വരൂപത്തെ സ്തുതികളായിട്ടും വേദങ്ങളിലെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പല സ്റ്റേജുകൾ, അതായത് ആദ്യത്തെ സർഗം തൊട്ട് മുക്തി വരെയുള്ള 9, അതിൻ്റെ ശേഷം അതിനെ ആശ്രയിച്ച് കഴിയുന്ന അവസാനത്തെ അവസ്ഥയും, ഇതെല്ലാം കൂടിയതിൻ്റെ കാര്യങ്ങളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ, സ്തുതികളിലെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കഥകളിലൂടെയും മറ്റുമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. 2 അത് പറയുന്നു. ഇനി 3 പ്രകൃതി വിഭവങ്ങളുടെ വിക്ഷോഭ നിമിത്തം, അതായത് പ്രകൃതിയിലുണ്ടാകുന്ന വിഭവങ്ങൾ അവ പലതരത്തിൽ മാറ്റം സംഭവിച്ചിട്ട് എന്തുണ്ടാകുന്നുണ്ട്, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകളാകുന്നുണ്ട്, ഇന്ദ്രിയങ്ങളാകുന്നുണ്ട്, അഹങ്കാരങ്ങളാകുന്നുണ്ട് എന്നീ മൂലതത്വങ്ങളുടെ വിരാട രൂപമാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ആദ്യമുണ്ടായത് ഈ തത്വങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിരാട രൂപമാണ്. ഈ വിരാട രൂപം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷ്മരൂപത്തിൽ കാണും, അല്ലാതെ ഈ പ്രപഞ്ചമായതിൻ്റെ ശേഷമുള്ളതല്ല. പ്രപഞ്ചമാകുന്നതിനെക്കാട്ടി മുമ്പിൽ അതിൻ്റെ സത്തയിൽ അതുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഞാനിതിങ്ങനെ ആകുന്നതിനെക്കാട്ടി മുമ്പിൽ അണ്ടവും ബീജവും ചേർന്നിട്ടുള്ള ഒരു ജനിതക ഘടനയുണ്ടല്ലോ, ക്രോമസോമുകളിലും ജീനുകളിലും, അതിൽ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളുണ്ട്. അതാണ് പിന്നെ വികസിച്ചിട്ട് സ്ഥൂല അവസ്ഥയിലേക്ക് വരുന്നത്, വളരെ വലുതായിട്ട് വരുന്നത്. പക്ഷെ അതിൻ്റെ ചുരുക്കിയ രൂപത്തിൽ അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയിൽ അത് വളർന്നു വരുന്ന കോഴിയുടെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ അകത്തുള്ള ആ ജനിതക ഘടനയിലുണ്ട്. അതാണ് പിന്നെ വികസിച്ചിട്ട് കോഴിയായിട്ട് മാറുന്നത്. അതുമാതിരി ഒരു വിത്തിൽ അതിൻ്റെ സത്തയിൽ എല്ലാം ഉണ്ട് ഗുണം. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് പിന്നെ വികസിച്ച് വരുന്നത്. അങ്ങനെ പോകുന്ന പോലെ തന്നെ ഈ പ്രപഞ്ചം എന്നത്, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്ന ഒരു വലിയ ജീവിയായിട്ട് സങ്കല്പിച്ചാൽ അത് വിരാട രൂപം. അത് ആദ്യം എന്ത് രൂപത്തിലാണുള്ളത്, ഒരു ജനിതക ഘടനമാതിരി ഒരു ചെറിയ അവസ്ഥയിൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സൂക്ഷ്മരൂപം. ആ സൂക്ഷ്മരൂപത്തിൽ നിന്ന് എന്തെല്ലാമാണുള്ളത്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരങ്ങൾ എന്നീ മൂലതത്വങ്ങളുടെ, അതിൻ്റെ എല്ലാം തത്വങ്ങളാണ് ആ ഒരു ജനിതക ഘടന എന്ന രൂപത്തിൽ, വിരാട രൂപത്തിൽ ഉള്ളത്. അപ്പം ആ ഒരു അവസ്ഥയിലുള്ള രൂപത്തെയാണ് സർഗം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ജനിതക ഘടന എന്ന് പറയാം. അപ്പം വിരാട രൂപത്തിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ സർഗം എന്ന നിലയിൽ അതവിടെ ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെയുണ്ട്, അത് നശിക്കുന്നൊന്നുമില്ല. ആ ഒരു സർഗരൂപത്തിൽ ആദ്യം അവിടെ ഉണ്ട്, വിരാട രൂപത്തിൽ സൃഷ്ടിക്ക് ആദ്യം. അതിൻ്റെ മുമ്പിൽ അത് പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നുണ്ട്, പിന്നെ അത് അതേപോലെ അവിടെ വരുന്നുണ്ട്.
അതാണ് സർഗം. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിയല്ലായിട്ട് ബ്രഹ്മാവ് അതിനെയെല്ലാം ആ ജനിതക ഘടനയെ അനുസരിച്ചിട്ട്, ബ്രഹ്മാവ് എന്നാണ് ഒരു പ്രേരക ശക്തി, ആ പ്രേരക ശക്തി അതിനെ വലിച്ച് വലുതാക്കിയിട്ട്. കാരണം ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മുട്ടേൻ്റെ അകത്തുള്ള സംഗതിക്ക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സത്വഗുണപ്രകാരം അങ്ങനെ തന്നെ നിൽക്കാനാണ് താല്പര്യം. അപ്പം അതിൽ നിന്നും അത് വളരണ്ടെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഉപയോഗിക്കണം, ഒരു പ്രേരക ശക്തി ഉപയോഗിക്കണം. എങ്കിലേ ആ മുട്ട പിന്നെ വലുതായുള്ളൂ. അല്ലെങ്കിൽ മുട്ടമായി അരി കിടക്കും. നമ്മളിപ്പോൾ മുട്ട വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കും, അല്ലെങ്കിൽ ചീഞ്ഞും പോകും. പക്ഷേ അതിന് വേണ്ട ടെമ്പറേച്ചറെല്ലാം കൊടുത്തിട്ട് വെച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രേരക ശക്തി, ഒരു ബലം കിട്ടും. ആ ബലമാണ് പിന്നെ അതിൻ്റെ ഓരോ അവയവങ്ങളെയും വളർത്തി കൊണ്ടുവരുന്നത്. ഒരു വിത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. മണ്ണിലിട്ട് വെള്ളമല്ലോ നനച്ചു കൊടുക്കുമ്പോൾ അതിലൊരു പ്രേരക ശക്തി ഉണ്ടാകും. ആ പ്രേരക ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു വിത്ത് രൂപത്തിൽ ആ വിരാട് പുരുഷൻ എന്നത് ഒരു ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് അതിൽ ആ ശക്തി, ഒരു പ്രേരക ശക്തി, ബ്രഹ്മാവ് എന്നൊരു പ്രേരക ശക്തിയെ വിട്ടപ്പോൾ അതിനെ വളർത്തിയെടുത്തിട്ട് ബ്രഹ്മാവ് അതിനനുസരിച്ച് അതിനെല്ലാം ഡെവലപ്പ് ചെയ്ത് വലുതാക്കിയിട്ട് വലിയൊരു പ്രപഞ്ചമായി മാറ്റി, ഒരു വലിയ ജീവിയായിട്ട്. അതാണ് സ്ഥൂല രൂപം. അതിനെയാണ് എന്ത് പറയുന്നത്? വിസർഗം എന്ന് പറയുന്നത്. അതാര് ചെയ്തു വെച്ചത്? ബ്രഹ്മാവ് ചെയ്തു വെച്ചത്. അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ എന്ത് വേണം? അതിനെ സംരക്ഷിക്കണം. അതാരുടെ ജോലിയാണ്? വിഷ്ണു. അതും വേറൊരു ശക്തിയാണ്. ഒരു ശക്തി അതിനെ പരിപാലിക്കുന്നുണ്ട്, അത് നശിച്ചു പോകാതെ. അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പം നശിക്കാതെ ആ ഉണ്ടാക്കിയതിനെല്ലാം സംരക്ഷിക്കുന്ന, അതിനാണ് സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം സ്ഥിതി എന്നത് സൃഷ്ടികളെ ധർമ്മപാതയിൽ ഒതുക്കി നിർത്തി സംരക്ഷിക്കുന്ന വിഷ്ണുവിൻ്റെ ഉത്കർഷമാണ്. അപ്പം വിഷ്ണുവിൻ്റെ ജോലിയാണ് ധർമ്മപാതയിൽ. അങ്ങനെ ഉണ്ടാക്കിയ പ്രപഞ്ചത്തെ മുഴുവൻ എന്ത് വേണം? അതിൻ്റെ ചിട്ടയിൽ തന്നെ നിർത്തണം. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ച് തന്നെ അതിനെ വളരാൻ വീട് ഉണ്ടാകാൻ ശ്രമിക്കണം. പ്ലാനും വരച്ച് വെച്ചിട്ട് നമ്മളെ വായിക്കൊന്ന് ഉണ്ടാക്കിയാൽ എന്ത് പറ്റും? എല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആ സ്ഥിതിയിൽ എങ്ങനെയാണോ അത് വിഭാവനം ചെയ്തത് ആ ലെവലിൽ തന്നെ അതിനെ കൊണ്ടുപോകുന്ന ഒരു ശക്തി വിഷയം. അതിനെല്ലാം ഒരു പ്രേരക ശക്തിയുണ്ട്. പ്രേരക ശക്തി ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മളിപ്പം കുട്ടികളെ തന്നെ എന്ത് പറയും? ഒരു സിനിമക്ക് പോകാൻ പോകുന്നതെന്ന് വെച്ചോ, നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ട് പിന്നെ സ്ത്രീകളോടല്ല, അവർ അവിടെ ഇരുന്നിട്ട് അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ടും പൗഡർ ഇട്ടിട്ട് അത് ഇത് എല്ലാം കൊടുത്തിട്ട് അങ്ങനെ സമയം കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് സമയമായി ഇപ്പം ബസ് മറ്റേ വണ്ടി പോകുമ്പോൾ മറ്റേ ഇതെന്ന് പോകുമ്പോൾ നമ്മളിപ്പോഴെപ്പോഴും എന്ത് വേണം? പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രേരക ശക്തി ഇല്ലാത്ത കാര്യമൊന്നും നടക്കില്ല. ആ വ്യക്തിയിൽ തന്നെ ഒരു പ്രേരക ശക്തിയുണ്ട്. ഈ പ്രേരക ശക്തിനെയൊന്നും സയൻസ് എടുക്കുന്നില്ല. പക്ഷേ വേദങ്ങൾ ആ പ്രേരക ശക്തിയെ ശരിക്ക് എടുത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു പ്രേരക ശക്തിയാണ് ഈ ഉണ്ടായതിനെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രേരക, അത് നിയമങ്ങളിൽ നിന്നെല്ലാം വരുന്നതാണ്. അതിനാണ് വിഷ്ണു ആയിട്ട് കാണേണ്ടത്. അതെന്ത് ചെയ്യുന്നു? മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭക്തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പോഷണം ചെയ്യുന്നു, അതെന്തിനു വേണ്ടിയാണ് പോഷിപ്പിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ട് തന്നെ. എനിക്ക് മന്വന്തരാധിപന്മാർ, മന്വന്തരങ്ങളായിട്ടാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പം ആ മന്വന്തരങ്ങളുടെ അധിപന്മാർ, അവിടെയും കുറെ ഓരോ മന്വന്തരത്തിൻ്റെ പിന്നിലും ഓരോ ശക്തിവിശേഷമുണ്ട്. എന്തിന്? പ്രജാപാലന രൂപമായ ധർമാനുഷ്ഠാനമാണ് മന്വന്തരങ്ങൾ. പ്രജകളുടെ പാലിക്കുക. ഓരോ മന്വന്തരങ്ങളിലും കൂട്ടിയാണ് ലോകം പുരോഗതിയിലേക്ക് പോകുന്നത്. അതിലുള്ള പ്രജകളെല്ലാം പരിപാലിക്കുക, ധർമ്മത്തിനനുസരിച്ച് നീക്കുക. ആ ധർമ്മങ്ങളെല്ലാം കൂടിച്ചേർന്നതിനാണ് മന്വന്തരങ്ങൾ എന്ന് പറയുന്നത്. ജീവാത്മാവും ബന്ധനോപാധിയുമായുള്ള കർമ്മവാസനകളെയൊക്കെ ഊതികൾ എന്ന് പറയുന്നു. അവ ജീവാത്മാവും ബന്ധനത്തിലൂടെയാണ്, പലതരം ബന്ധനങ്ങളുടെ, അതെങ്ങനെയോടെയാണ്?
കർമ്മത്തിലൂടെ കർമ്മം ചെയ്യുമ്പോൾ പലവരുമായിട്ട് ബന്ധത്തിലേർപ്പെടും, ബന്ധനാബന്ധികൾ ഉണ്ടാകും. അതിനെയാണ് ഊതികൾ എന്ന് പറയുന്നത്. അതായത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങളെ മുന്നോട്ടേക്ക് ജീവാത്മാവ് കൊണ്ടുപോകുന്നത്. അതിനെ ഊതികൾ എന്ന് പറയുന്നു. ഇനി 5 അവതാരങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ ഓരോ അവതാരങ്ങളായിട്ടാണ് ഓരോ കാലഘട്ടത്തിൽ. അതിനെപ്പറ്റിയെല്ലാം പിന്നീട് പറയും. സംഭവങ്ങളും അവതാരങ്ങൾക്ക് അപ്പം വിഷ്ണു തന്നെ പല അവതാരം എടുത്തിട്ടെല്ലാം സംരക്ഷിക്കുന്നത്. വിഷ്ണുവിൻ്റെ കൂടെ എന്തുണ്ട്, കുറേ അനുചരന്മാരുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ എല്ലാം കഥകളെല്ലാം കൂടി ചേർന്നതിനാണ് ഈശാന കഥകൾ എന്ന് പറയുന്നത്. ആദ്യം എല്ലാത്തിൻ്റെ ഒരു നിർവചനം തന്നിട്ടാണ് ഈ സൃഷ്ടിയിലേക്ക് കടക്കുന്നത്. ഇനി 6 ജീവാത്മാവ് ഉപാധികളുടെ പരമാത്മാവിൽ ലയിക്കുന്നതിനാണ് നിരോധം എന്ന് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും, ആദ്യം ജീവാത്മാവുണ്ട്. അത് പ്രപഞ്ചം മുഴുവൻ നോക്കി അടക്കുന്ന ഒരു പ്ലാനാണ്. അതാണ് എല്ലാത്തിനെയും, പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ബ്രഹ്മത്തിൽ നിന്ന ജീവാത്മാവ് പരമാത്മാവ്. അത് കുറേ ജീവികളെ സൃഷ്ടിച്ചിട്ട് ആ ജീവികളിലൂടെയാണ് ചില കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പരമാത്മാവും ആ ശക്തി വിശേഷവും നമ്മളെല്ലാം ജീവാത്മാവിൻ്റെ പരിധിയിലാണ്. ഇതിലെല്ലാം കൂടിയിട്ട് ഒന്നിക്കുന്നുണ്ട് എപ്പോൾ? പ്രളയ സമയത്ത്. അതിനെയാണ് നിരോധം എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിയെല്ലാം ആവശ്യമെല്ലാം കഴിഞ്ഞ് സൃഷ്ടിയെല്ലാം നടത്തി അവസാന ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉടച്ചു വാർത്തിട്ട് പിന്നെ ആദ്യം നിന്ന് തുടങ്ങും. അങ്ങനെ കൊണ്ടുപോയി ലയിപ്പിക്കുന്നതിന് അപ്പോൾ എല്ലാവരും ഏതിൽ പോയി ലയിക്കും? ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാവരും പോയിട്ട് ബ്രഹ്മത്തിൽ, ലോകം അവസാനിക്കുമ്പോൾ പ്രളയം ഉണ്ടായിട്ട് എല്ലാം ബ്രഹ്മത്തിൽ പോയി ലയിക്കുമ്പോൾ നമ്മളെല്ലാം അതിൽ പോയി ലയിക്കുമല്ലോ. അപ്പോൾ മോക്ഷം കിട്ടി. അതിനെ മോക്ഷം എന്നല്ല പറയുക, അതിനെ നിരോധം എന്നാണ് പറയുക. എന്നാൽ അതിനിടക്ക് കർമ്മം തീർന്നവർക്ക് എന്ത് ചെയ്യാം? ഈ അവിദ്യാരൂപമായ ദേഹത്തെ, നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിലാണ്. ഭൗതിക ലോകത്തിലെ സയൻസാണ് മോഡേൺ സയൻസ്. അത് വേദങ്ങളിൽ ഭൂരിപക്ഷം അത് തന്നെയാണ്. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവുമായിട്ട്, ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സയൻസ്. അതിന് വിദ്യയും നമ്മളിന്ന് പഠിക്കുന്നതിന് അവിദ്യ, ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ആ വിദ്യയും അവിദ്യാരൂപമായിട്ട്, അപ്പോൾ ഈ ശരീരമല്ല, അതിൻ്റെ ശരീരത്തിനാണ് പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനാണ് പ്രാധാന്യം. ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്ന ആ ശക്തിയെ പറ്റി നമ്മൾ ആധുനിക സയൻസ് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ശരീരം ഞാൻ എന്ന ചിന്ത കൊണ്ട്, അപ്പം ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോൾ നമുക്ക് വിരക്തി വരും. നമ്മൾ ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ബ്രഹ്മവുമായിട്ട് ഏകീകരിക്കുന്നതിനാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പം നിരോധ അവസാനം എല്ലാവർക്കും ബ്രഹ്മസാക്ഷാത്കാരമാണ് പ്രളയം കഴിയുമ്പോൾ. അതുകൊണ്ടാണ് എല്ലാവർക്കും ബ്രഹ്മസാക്ഷാത്കാരം, മോക്ഷം ലഭിക്കാനുള്ള വഴി എന്നത് ഏറ്റവും നല്ല കലിയുഗം എന്ന് ഊന്താനം പാടിയത്. അത് ലോകാവസാനത്തിലെല്ലാം പോയി ബ്രഹ്മത്തിലേക്ക്, അപ്പം എല്ലാവർക്കും ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കർമ്മം തീർന്നവർക്കേ പറ്റൂ, അത് മുക്തി. ഇനി 7ാമത്തത്, ഉൽപ്പത്തിയിലെയും യാതൊരു തത്വത്തിൽ നിന്നും ഉണ്ടാവുകയും പ്രകാശിക്കുകയും ചെയ്യുന്നുവോ അതാണ് പരബ്രഹ്മം. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടാവുന്നു എന്നിട്ട് ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. അതിനെ നമ്മൾ ഈ കാണുന്ന നേരത്തിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു, പിന്നെ അവസാനം കൊണ്ട് ലയിപ്പിക്കുന്നു. ഇതെല്ലാം ഏതിൽ നിന്നുണ്ടാവുന്നു അതിനെ ബ്രഹ്മം എന്ന് പറയും, അല്ലെങ്കിൽ പരമാത്മാവ് എന്നുകയും അതിൽ മുഴുകിക്കൊണ്ട് അതിൽ മാത്രം ആ ശക്തിയെ ആശ്രയിച്ച് കഴിയുന്നതിനാണ് ആശ്രയം എന്ന് പറയുന്നത്. എന്നിട്ട് 8 പറയുന്നു, ആധ്യാത്മം, പിന്നെയോ അതിദൈവം, പിന്നെയോ അതിഭൂതം. അപ്പോൾ ആദ്യം ഉണ്ടായത് എന്തേ ഉള്ളൂ? ആ പൂർണ്ണമായ
നിർഗുണമായ ആ സംഗതിയാണ്. അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്നാണ് പരമാത്മാവ് ഉണ്ടായത്. ആ പരമാത്മാവിൽ നിന്ന് അതൊരു ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷമാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. എന്തുണ്ടാകണ്ടെങ്കിലും ഒരു പ്രേരക ശക്തി ഉണ്ടാകണം. ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വിടണം, നമ്മൾ പ്രേരകം. ഒരു വീടുണ്ടാകണമെങ്കിൽ പ്രേരണ വേണം. കാരണം അല്ലെങ്കിൽ അതേപോലെ നിലനിൽക്കാനാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അതിൽ നിന്ന് മാറണ്ടെങ്കിൽ, ഒന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് വേണം. ആ ഇനീഷ്യേറ്റീവിന് അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, രജോ ഗുണം. ആ ബലത്തിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈശ്വരൻ എന്നെല്ലാം പറയുന്നത്. ആ ഈശ്വരൻ മൂന്നായിട്ട് തിരിയുന്നു. ഒന്ന്, ആ ഈശ്വരൻ എന്ന അതിഭൗതികം ആത്മീയം, ആധ്യാത്മം. അതിൽ നിന്നും ഉണ്ടാകുന്ന ബാക്കി എല്ലാത്തിനെയും അതിദൈവികം. അതായത് ദൈവികം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതിൽ ചില ബലങ്ങളുണ്ട്. ഇപ്പം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നെല്ലാം പറയുന്നത് ദേവതകളാണ്. അങ്ങനെ കുറെ അതിദേവതകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഇന്ററാക്ഷനിലൂടെയാണ് എന്തുണ്ടാകുന്നത്, ഭൗതികം ഉണ്ടാകുന്നത്. ഇനി നമ്മളെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ നമ്മളെ പിന്നിൽ പരമാത്മാവി എന്നൊരു ശക്തിയുണ്ട്. ആ പരമാത്മാവിൽ നിന്നാണ് നമ്മൾ എന്നൊരു ജീവാത്മാവ് ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്. അതിൽ ഒന്നില്ലാതായി കഴിഞ്ഞാൽ മറ്റേതില്ല എന്ന് തോന്നും. ഉദാഹരണമായിട്ട് നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടിനും പ്രാധാന്യമില്ല. രണ്ടും ഒന്നായി. ജീവാത്മാവും പരമാത്മാവും ഒന്നിന് സമമാണ്. അപ്പം ഏതൊക്കെ ഒന്നില്ലെങ്കിൽ മറ്റേത് നിലനിൽപ്പില്ല. അപ്പം എപ്പോഴും ഇത് മൂന്നായിട്ടേ നിലനിൽക്കൂ. ഏതൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ മറ്റേതിന് പ്രശസ്തി ഇല്ലാത്ത ഭാവത്തിലേക്ക് മാറും. ഇതാണ് 9 പറയുന്നത്. ഇനി 10 ഈ വിരാട് പുരുഷൻ ആവരണകോശത്തെ പുണർന്ന്, അപ്പോൾ ആദ്യം ഉണ്ടായത് വിരാട് പുരുഷനാണ്. ഇപ്പോൾ വിരാട് പുരുഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എന്തെല്ലാമാണോ ഉണ്ടായത് അതിൻ്റെ ഒരു ജനിതക ഘടനയാണ് വിരാട പുരുഷൻ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രമോദ എന്ന് പറയുന്നത് ആദ്യം എന്തായിരുന്നു, അണ്ടവും ബീജവും കൂടി ചേർന്നിട്ടുള്ള ഒരു ജനിതക ഘടനയായിരുന്നു. ആ ഘടനയിൽ ഈ രൂപവും ഈ എല്ലാം ഉണ്ടാകേണ്ട ഗുണങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. അതാണ് വികസിച്ചിട്ട് ഇങ്ങനെയായി മാറുന്നത്. ഒരു വിത്തില് അതെന്ത് ചെടിയായിട്ട് വളരണം, എങ്ങനെ വളരണം, എത്ര വലുപ്പത്തിൽ വരണം എന്നല്ല അതിൻ്റെ ജനിതക ഘടനയിലുണ്ട്. ഒരു മുട്ടയിൽ അത് കോഴിക്കുഞ്ഞാണോ എന്താണോ എന്നൊക്കെയല്ല അതിനകത്തുണ്ട്. എങ്ങനത്തെ കോഴിക്കുഞ്ഞാണോ, പൂവനാണോ പിടയാണോ എന്നെല്ലാം അതിനകത്തുണ്ട്. അതിനനുസരിച്ചാണ് അത് വളർന്നു വരുന്നത്. അതുപോലെ പ്രപഞ്ചം ഒരു വലിയ വിരാട പുരുഷൻ ഇതെല്ലാം കൂടി ഒന്നായിട്ട് മാറണമെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ചെറിയ സൂക്ഷ്മരൂപമുണ്ട്. അതാണ് ഇവിടെ പുരുഷൻ. അതിൻ്റെ സൂക്ഷ്മരൂപം, ആ സൂക്ഷ്മരൂപമാണ് വികസിച്ചിട്ട് അതതിൻ്റെ ജനിതഘടന എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബ്രഹ്മാവ് വളർത്തിയിട്ട് വലുത് ഒരു സ്ഥൂല രൂപത്തിലേക്കാക്കി മാറ്റുന്നത്. അപ്പം 16-10 എന്ത് പറയുന്നു, ആ വിരാട് പുരുഷൻ അപ്പോൾ ഒരു ആവരണത്തിലാണ് കിടക്കുന്നത്. ആവരണം എന്ന് പറഞ്ഞാൽ അത് മൂടിക്കിടക്കുകയാണ്. അതാണ് നമ്മൾ മുട്ട എന്നെല്ലാം പറയുന്നത്. മുട്ട നമ്മൾ അണ്ടം ബീജവും കൂടി ചേർന്നിട്ടുള്ള സാധനം, അല്ലെങ്കിൽ വിത്ത് ഒരാവരണത്തിൽ അതങ്ങനെ കിടന്നപ്പോൾ അതെന്ത് ചെയ്തു, ആദ്യം അത് പൊട്ടുന്നു.
പൊട്ടുമ്പോൾ പുറത്തേക്ക് വന്നു, മുട്ട പൊട്ടുന്നു, പുറത്തേക്ക് വരുന്നു, വിത്ത് പൊട്ടുന്നു, പിന്നെയാണ് ഓരോ അവയവങ്ങളായിട്ട് വളർന്നു വരുന്നത്. പൊട്ടാതെ വളരാൻ പറ്റില്ല. അപ്പം എങ്ങനെ വിരാട് പുരുഷൻ പൊട്ടിയപ്പോൾ അതിന് താമസിക്കുവാൻ ഒരു സ്ഥലം വേണമെന്ന് തോന്നി. അപ്പോഴതൊരു ജലത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു ജലം എന്ന് പറയുമ്പോൾ വെള്ളം എന്ന അർത്ഥത്തിൽ എടുക്കരുത്, ജലം പോലെയുള്ളത് ഒന്നും. അതങ്ങനെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ട് അങ്ങനെ കിടന്നു. ഏതുപോലെ എന്നാൽ ഇപ്പോൾ നമ്മളെ ജനിതക ഘടനയെ പൊട്ടിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നീളത്തിൽ അത് കിടക്കും. ഏതുപോലെ എന്നാൽ ഒരു പണ്ടത്തെ കാസറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ വലിച്ചിട്ട് നോക്കി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കും. അതുപോലെ നമ്മളെ ജനിതഘടനയിലും വലിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കിടക്കും. അത് നെറ്റിലടിച്ചു നോക്കിയാണ്. അതുപോലെ ഈ വിരാട പുരുഷന്റെ ജനിതഘടനനെ വലിച്ചു പൊട്ടിച്ചപ്പോൾ അതിങ്ങനെ എത്രയോ സ്ഥലത്ത് ജലത്തിൽ തരംഗം പോലെ അതങ്ങനെ കിടന്നു. ജലം എന്ന് പറയുമ്പോൾ കാരണജലം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 11 എന്ത് പറയുന്നു? തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ അത് 10,000 വർഷത്തോളം അങ്ങനെ കിടന്നു. അങ്ങനെ ജലത്തിൽ കിടന്നതിനാണ് അതിനെ നാരായണൻ എന്ന് പറയുന്നത്. നാരായണൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്നവൻ. അപ്പോൾ ആ പുരുഷൻ, വിരാട പുരുഷന്റെ സൂക്ഷ്മരൂപം പുരുഷൻ, അതിൻ്റെ ജനിതക ഘടന എന്ന രൂപത്തിൽ ഒരു 10,000 വർഷം അങ്ങനെ കിടന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. എല്ലാത്തിനും അതേപോലെ കിടന്നുറങ്ങാനാണ് താല്പര്യം. എന്തവസ്ഥയിലാണ് ഉണ്ടായത് താല്പര്യം. പിന്നെ അതിനകത്ത് മാറ്റടിക്കൽ ഒരു ബലം പ്രയോഗിക്കണം. ആ ബലം പ്രയോഗിച്ച് മാറ്റുമ്പോഴാണ് ആ ബലത്തെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മാവ് അത് തന്നെ 3 ആയിട്ടുണ്ടല്ലോ. പിന്നെ സൃഷ്ടിക്കണം, സംരക്ഷിക്കണം, ഇതെല്ലാം ഉണ്ടല്ലോ. ഇനി 12 ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ ഈ നാരായണന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നു. അത് പിന്നെ വികസിച്ചിട്ട് ദ്രവ്യമാകും, കർമ്മങ്ങൾ ഉണ്ടാകും, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ഉണ്ടാകും. കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കർമ്മങ്ങൾ നടക്കുന്നത്. സമയമായിട്ട് ബന്ധിപ്പിച്ചാൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും സമയം അനുസരിച്ചാണ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഇതിനൊരു സമയമുണ്ട്. ആ സമയത്തെ അത് തീരുള്ളൂ. അതിൻ്റെ ചുരുക്കിയിട്ടൊന്നും ഇടാനൊന്നും പറ്റില്ല. അതുവഴി നീട്ടി വലിച്ചിട്ടും കാര്യമില്ല, അത് ബോറായി മാറും. അപ്പോൾ ഒരു സമയമുണ്ട്, സമയക്രമത്തിലാണ് എല്ലാവരും പോകുന്നത്. അതിൽ നിന്നാണ് പല സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ജീവനും വേണം, ജീവനുള്ളതാണ്. ഇതെല്ലാം നാരായണൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവുകയും അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉപേക്ഷയിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നാരായണനിൽ നിന്നാണ് പ്രപഞ്ചം ഇങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി കുരുവിൽ നിന്ന് ചെടി ഇങ്ങനെ വലുതാവും. അതായത് ചേനയിൽ നിന്ന് ചെടി ഇങ്ങനെ വരും. ഒരു കാലം കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് ചേനയിൽ തന്നെ പോകും. അതുപോലെ സംഭവിക്കുന്നു നാരായണനിൽ. അപ്പം ജലത്തിലാണ് ആ വിരാട രൂപത്തിൻ്റെ ജനിതക ഘടന. അതിനാണ് പുരുഷൻ എന്ന് പറയുന്നത് കിടക്കുന്നത്. ഇനി 13, 14 ഏകനും അത് ഏകനാണ്. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. സർവശക്തനായ ഭഗവാൻ അനേകമാകണമെന്നുള്ള ആഗ്രഹത്താൽ യോഗ നിദ്രയിൽ നിന്നും ഉണർന്നു. അപ്പം അതിനൊരു സൃഷ്ടി നടത്തണം, പലതായി തോന്നണം, പലതായിട്ട് മാറണമെന്ന് തോന്നിയപ്പോൾ അത് ഉണർന്നു. ആ പ്രപഞ്ച മൂലക ബീജത്തെ മായ കൊണ്ട് വേർതിരിച്ചിട്ടായി 3 രൂപത്തിലായി മാറ്റി എന്നാണ് പറയുന്നത്. അത് മായ കൊണ്ടാണ് ചെയ്തത്. അത് തന്നെ വന്ന് എല്ലാം ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. ഏതുപോലെ എന്നാൽ നമ്മളിപ്പോൾ ഒരു നാടകത്തിൽ രാമനായിട്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രമോദ് എന്ന നിലയിൽ അവിടെ പോയിട്ട് അഭിനയിച്ചാൽ ശരിയാവില്ല. പ്രമോദ് രാമൻ്റെ വേഷമെല്ലാം കെട്ടിയിട്ട് കിരീടം എല്ലാം വെച്ച് അവിടെ പോയിരിക്കണം. അപ്പം അവിടെ പ്രമോദിന് സ്ഥാനമൊന്നുമില്ല. ആ രൂപത്തിൽ ഒരു മായയാണ്. യഥാർത്ഥത്തിൽ അത് പ്രമോദാണോ? യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ പ്രമോദ് തന്നെയാണ്, കാട്ടിക്കൂട്ടുന്നതെല്ലാം പ്രമോദ് തന്നെയാണ്. പക്ഷേ അവിടെ കാട്ടിക്കൂട്ടുന്നത് രാമനാണ്, അല്ല പ്രമോദല്ല. പക്ഷെ യഥാർത്ഥത്തിൽ പ്രമോദാണ് താൻ. ഇതിനാണ് മായ എന്ന രൂപം. അതുമാതിരി അതിനെ തന്നെ എല്ലാവരെയും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, അത് പലതായിട്ട് മാറിയിട്ട് ഒരു വേഷം കെട്ടിലൂട്ടെ, അതാണ് മായയായിട്ട്. അപ്പൊ ഇത് മായയിലേക്ക് വരുമ്പോൾ, ആ സ്റ്റേജിൽ കയറുമ്പോൾ അയാൾക്ക് രാമൻ എന്ന ചിന്തയെ വരുള്ളൂ, എല്ലാം മറ്റുള്ള ചിന്ത വരാൻ പാടില്ല. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴും ചിന്തിക്കും, ഞാൻ മറ്റേ പ്രമോദ് തന്നെയാണെന്ന് ചിന്തിക്കാൻ പറ്റും മനുഷ്യന്. പക്ഷെ ഇവിടെ വരുമ്പോൾ പല ജീവജാലങ്ങളാവുമ്പോൾ അത് ആ ജീവജാലങ്ങൾ മാത്രമാണ്, പ്രമോദാണ് മറ്റേതാണ്. അല്ലാതെ ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയിരിക്കും പ്രമോദായിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ബ്രഹ്മവുമായിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പോൾ ഒരു മായ സൃഷ്ടിച്ചിട്ട് എന്തായി, അത് ദൈവികം, ആധ്യാത്മികം, അതിഭൂതം, ഇങ്ങനെ മൂന്നായി മാറി. അതായത് അപ്പോൾ ഒരു പരമാത്മാവുണ്ട്, അത് ടോട്ടലായിട്ടുള്ള ആ ശക്തി. അവ ബ്രഹ്മം തന്നെ ഒരു ടോട്ടൽ പ്ലാൻ ഉണ്ടായിട്ടുണ്ട്, അതിന് ആധ്യാത്മം എന്ന് പറയാം, പരമാത്മാവ്. പിന്നെ പ്രമോദായി മാറുമ്പോൾ അതിനൊരു ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പലതായി മാറുന്നുണ്ട്. അപ്പം ജീവാത്മാക്കൾ കുറേ ഉണ്ട്. അപ്പം പരമാത്മാവ്, ജീവാത്മാവ്, ഇതിൽ നിന്നാണ് ഭൗതിക ലോകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ഭൗതിക, അതിഭൗതിക, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിഞ്ഞിട്ട് മായയുടെ സഹായത്താൽ മൂന്നായിട്ട് തരംതിരിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മിൽ ഒരു പരമാത്മാവുള്ള സാക്ഷിയായിട്ടുണ്ട്, അത് തന്നെ പ്രമോദ രൂപത്തിൽ വരുന്നുണ്ട്, അത് ജീവാത്മാവ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഭൗതിക ലോകം എന്നൊരു ലോകം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ജനിതക ഘടനയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ആ ജനിതക ഘടനയിലുണ്ട്, പുരുഷൻ എന്ന ജനിതക ഘടനയിൽ. നമ്മളെ ജനിതക ഘടന മാതിരി ചിന്തിക്കേണ്ട, എന്തോ ഒരു ജനിതക ഘടന, ആ രൂപത്തിൽ ഒരു പ്ലാൻ, അതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആകാശവും എല്ലാം ഉണ്ട്. അപ്പം ആദ്യം ആകാശമാണ് ഉണ്ടാകേണ്ടത്, ആകാശത്തിൻ്റെ അകത്താണല്ലോ ഇതെല്ലാം നിൽക്കുന്നത്. ആ പരമാത്മാ, ആ ഒരു പുരുഷൻ എന്നതിലുള്ള ജനിതക ഘടനയിലുള്ള ആകാശമാണ് ആദ്യം എന്തായി മാറുന്നത്. ആകാശം ഇന്ദ്രിയ ശക്തി, മനഃശക്തി, ദേഹശക്തി എന്നിവയായിട്ട് മൂന്നായിട്ട് തിരിഞ്ഞു. അപ്പം ഇന്ദ്രിയങ്ങൾ വേണം, മനസ്സ് വേണം, ദേഹം വേണം. ദേഹം വേണം, ദേഹത്തെ നിയന്ത്രിക്കാനുള്ള ഇന്ദ്രിയങ്ങൾ വേണം. ഇതിനെയെല്ലാം ഏകോപിപ്പിക്കാനുള്ളൊരു മനഃശക്തി വേണം. ഇതെല്ലാം ശക്തികളാണ്, ബലങ്ങളാണ്, മനസ്സല്ല. അപ്പം ആകാശം എന്ന അതിൻ്റെ അകത്തുള്ളതിൽ നിന്നും മൂന്ന് ബലങ്ങളായിട്ട് പുറത്തേക്ക് വന്നു. ഇന്ദ്രിയ ശക്തി എന്ന ബലവും, അതെല്ലാം ഫോഴ്സുകളാണ്. ഇന്ദ്രിയ ശക്തി, അതാണ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദേഹ ശക്തി എന്ന് പറയുന്നത് ശരീരങ്ങളെ സൃഷ്ടിക്കുക, മറ്റേത് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കുക, പ്രവൃത്തികളെ നിയന്ത്രിക്കുക, മറ്റേത് മനസ്സിനെ നിയന്ത്രിക്കുക. ഇവയെല്ലാം ഏകോപിപ്പിക്കുക. ഇങ്ങനെ മൂന്ന് ശക്തികളായിട്ട് വന്നിട്ടാണ് ഇനി ഈ പുരുഷൻ്റെ അകത്തുനിന്ന് ഓരോന്നിനെയും അവരവർ അതിൻ്റേതായ അവയവങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കും. കാരണം നമുക്ക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ സത്വ ഗുണപരക അങ്ങനെ തന്നെ ജലത്തിൽ ശയിക്കാനാണ് അതിന് ഇഷ്ടം. ഇനി അതിനെ കുത്തി ഇളക്കിയിട്ട് ഓരോന്നിനെയും ഇങ്ങനെ മുളപ്പിച്ച് കൊണ്ടുവരണം. ഒരു വിത്തിൻ്റെ അകത്ത് ആ വിത്തിന് അങ്ങനെ കിടക്കാനാണ് സാധ്യത, ഇഷ്ടം. വെള്ളം ഒഴിച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബലം ഇലേനെ കുത്തി വലിച്ചിട്ട് പറയും നീ ഇലയായിട്ട് മാറ്, തണ്ടോട് പറയും നീ തണ്ടാവ്, വേരോട് പറയും നീ താഴത്തോട്ട് പോയി വെള്ളം എടുത്തിട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഓരോ ശക്തികളുണ്ട്. ഈ ശക്തികളെയാണ് ഇവിടെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവയിൽ നിന്നും ഒരു പ്രാണന് ഉണ്ടാകുന്നു. ഇതുണ്ടായതിന് ശേഷം പ്രാണം വരുന്നു. പ്രാണൻ എന്നത് നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്.
നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഒരു സിഗ്നൽ, ഒരു ഇലക്ട്രിക്കൽ പൾസ്, ഇലക്ട്രോ കെമിക്കൽ പൾസ് വന്നിട്ടാണ് നമ്മളെ എല്ലാ അവയവങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലൊരു റേഡിയോ ഉണ്ടെങ്കിൽ അതിലൊരു സിഗ്നൽ വരുമ്പോഴാണ് ആ റേഡിയോ വർക്ക് ചെയ്യുന്നത്. സിഗ്നൽ ഇല്ലെങ്കിൽ ചത്തമാരി കിടക്കും. അപ്പോൾ ആ നമ്മളെ നാഡികളുണ്ട്, ഈ നാഡികളിലൂടെയുള്ള സിഗ്നലുകളാണ് നമ്മളെ അവയവങ്ങളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ശ്വാസം മാത്രമല്ല, നാഡികളിലൂടെ സഞ്ചരിക്കുന്ന ആ സിഗ്നൽ സിസ്റ്റത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പം പ്രാണനും ഉണ്ടാകും. കാരണം ഇതിനെല്ലാം വർക്ക് ചെയ്യിപ്പിക്കേണ്ടിട്ട് സിഗ്നൽ സിസ്റ്റം വേണം. അങ്ങനെ പൈനാപ്പിൾ എന്ന് പറയുന്നു, രാജാവിനെ അനുചരന്മാർ ഫോളോ ചെയ്യുന്നത് പോലെ, രാജാവിൻ്റെ പിന്തുടർന്നിട്ട് അനുചരന്മാർ പോകുന്നത് പോലെ പ്രാണനെ ഇന്ദ്രിയങ്ങൾ അനുസരിക്കുന്നു. ഒരു സിഗ്നല് ഞരമ്പിലൂടെ നമ്മളെ വരേണ്ട സിഗ്നൽ ഇതിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ, തലയിൽ നിന്നുള്ള ഒരു സിഗ്നല് നാഡികളിലൂടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാനിങ്ങനെ മസിലുകളെല്ലാം സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, കൈപൂട്ടുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സിഗ്നൽ വരും, നമ്മൾ ഇതിലൂട്ട വന്നിട്ട് ഈ മസിലുകളെയെല്ലാം ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് കൂട്ടിപ്പിക്കും. തുറക്കട എന്ന് ഇവിടെ നിന്നൊരു സിഗ്നൽ പോകുമ്പോൾ ഇത് തുറക്കും. അപ്പം ഈ പ്രാണൻ, ആ സിഗ്നലുകളെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണനാണ് പ്രാണനെ ഇന്ദ്രിയങ്ങൾ അനുസരിക്കും. എന്നിട്ട് ചേഷ്ടകൾ കാണിക്കും. ഇത് ചേഷ്ടയല്ല, ഒരു സിഗ്നൽ വരുന്നു, ഇന്ദ്രിയങ്ങൾ ചേഷ്ടകൾ കാണിക്കും. എന്നിട്ടോ പ്രാണൻ ഇല്ലാതപ്പോൾ ചേഷ്ടയില്ലാതെ ഇങ്ങനെ വരും. ഒരു പ്രാണൻ വരുമ്പോൾ ചേഷ്ടകൾ ഇങ്ങനെ കാണിക്കും. ഇനി 17 ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ആ ജലത്തിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ ഒരു വിരാട പുരുഷന്റെ ഒരു ജനിതക ഘടന. അതിൽ കിടന്ന് ആ വിരാട പുരുഷനിൽ ഈ പ്രാണൻ പോയിട്ട് ദാഹവും വിശപ്പും ഉണ്ടാക്കുന്നു. ദാഹവും വിശപ്പും ഉണ്ടാക്കുമ്പോൾ പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദാഹവും വിശപ്പും ഉണ്ടാക്കിയത്? കാരണം നമ്മൾ എന്ത് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് അവിടെ തിന്നാനും കുടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. ഒരു കല്യാണമാണെങ്കിലും ആദ്യം തന്നെ അടുക്കളയെല്ലാം റെഡിയായിട്ട് കുക്കിംഗ് എല്ലാം നടക്കും. താലികെട്ട് പിന്നെയായിരിക്കും, അതിന് മുമ്പ് അവിടെ ആൾക്കാർക്ക് വരേണ്ടതെല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ ഈ ശരീരം നിർമ്മിക്കുന്നത് പോഷക വസ്തു, നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് സംസ്കരിച്ചിട്ട് വയറ്റിൽ വെച്ച് സംഹരിച്ചിട്ടാണ് നമ്മുടെ ശരീരം വലുതായി വരുന്നത്. ഒരു വീട് കെട്ടുമ്പോൾ മേശ ആദ്യം ചല്ലിയും മണ്ണും എല്ലാം സിമെൻ്റെല്ലാം കുഴച്ച് കട്ടയെല്ലാം വെച്ചിട്ട് ഇത് തിന്നേണ്ട, ഈ വീടിന് തിന്നേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം ഇത് ശരിയാക്കിയാലേ എന്ത് പറ്റുള്ളൂ, വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ശരീരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് താമരക്ക് മണ്ണിൽ നിന്നെല്ലാം വലിച്ചെടുക്കേണ്ട ഒരു കുടലിങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഉപയോഗിച്ചിട്ടാണ് പൂവിങ്ങനെ വിരിഞ്ഞിട്ട് കായ് ഉണ്ടാവുക. അല്ലെ അതിൻ്റെ അകത്ത് പൂ വിരിക്കുക, വേറെ ഇതാണെങ്കിൽ കായ്. അതുപോലെ ഒരു കുട്ടിക്ക് അമ്മയുടെ പൊക്കിൽ കൊടിയിൽ കൂടി ഒരു കയറി പോയിട്ട് ഭക്ഷണം എത്തിയിട്ട് ആ ഭക്ഷണത്തിലൂടെയാണ് അത് വികസിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്, ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനം വേണം. അപ്പം അതങ്ങനെ ജനിതഘടനയിൽ അങ്ങനെ കിടക്കും. അതെല്ലാം ഇതിനകത്ത് ഉണ്ട്, വയറിന് വേണ്ട സാധനങ്ങളെല്ലാം ജനിതഘടനയിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ അതിനെ അങ്ങ് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നാഡികളിലൂടെ ഒരു സിഗ്നൽ പോയിട്ട് ആ വിരാട പുരുഷനിലുള്ള ആ ഒരു ജീനിനെ അല്ലെ അവിടെയുള്ള സംഗതിയെ പ്രേരിപ്പിച്ചിട്ട് വായ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, വായ വളർത്തുന്നത്.
അതായത് ഭക്ഷണം എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് ആദ്യം രൂപാന്തരം പ്രാപിക്കുന്നത് ആ വിരാട് പുരുഷന്റെ. അപ്പൊ എത്ര ഉണ്ടാവുന്നുണ്ടാവും? എൻ്റെ വായി ഉണ്ടാവും, വേറെ ആളെ എല്ലാം. കാരണം വിരാട പുരുഷനിൽ എത്രയോ ജീവജാലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം ഇതുണ്ടാകുന്നുണ്ടാവും. ഒന്നിലല്ല, പല സ്ഥലത്ത് വെച്ച്. വിരാട പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയല്ലേ. ഇവിടെ പറയുന്ന നമ്മൾ ഒരാളെ വെച്ചിട്ട് പറയുകയാണ്, പക്ഷെ ഇതെല്ലായിടത്തും ഇത് സംഭവിക്കുകയാണ്. ജീവജാലങ്ങൾക്ക് വേണ്ട വളർച്ചയ്ക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട വായയാണ്, ദാഹമാണ് ആദ്യം ഉണ്ടാക്കിയത്. ദാഹവും വിശപ്പും ഉണ്ടാക്കിയിട്ട് അപ്പോഴത് വായ തുറന്നു വന്നു ഇതിന് സ്വീകരിക്കാൻ. എന്നിട്ട് താമര ഉണ്ടാകുമ്പോഴും അടിയിൽ നിന്നൊരു തണ്ടി ഇങ്ങനെ വരും. അവിടെ നിന്നാണ് പിന്നെ ഭക്ഷണം വന്നിട്ടാണ് വലുതായിട്ട് വരുന്നത്. അപ്പം ആദ്യം വായ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വായ കൊണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വായ എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വായൻ എന്ന അർത്ഥത്തിലൊന്നും എടുക്കണ്ട. അപ്പം നമ്മളെ വയറ്റിലുള്ള കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ജനിതഘടനയിൽ വായയായിട്ട് ബന്ധപ്പെട്ട അവയവം ഏതാണോ, ഏത് ജീനാണോ, അതിനെ പോയിട്ട് പ്രേരിപ്പിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വളർച്ച ഉണ്ടാകുന്നത്. എന്നുണ്ടായി വായ തുറന്നു. എന്നിട്ട് 18 നിന്നും പറയുന്നു വായിൽ അണ്ണാക്കുണ്ടാവുന്നു. പിന്നെ അണ്ണാക്കിൻ്റെ അകത്ത് രസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി രസം തിരിച്ചറിയാൻ ഒരു നാക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ രസങ്ങൾ ഉണ്ടായി. എന്തിനാണ് വിവിധ രസങ്ങൾ? പല വസ്തുക്കളെ കൊണ്ടല്ലേ ശരീരം നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഒരു മേസ്ത്രി വീട് കെട്ടാൻ ചെല്ലുമ്പോൾ ആദ്യം പറമ്പത്ത് നോക്കിയാൽ ഈ കല്ല് കൊള്ളാം, അപ്പം കല്ല് വേണ്ടത് എടുത്ത് വെക്കും. സിമെൻറ്റ്, ഇന്ന സിമെൻറ്റ്, അവിടെ വെള്ള സിമെൻറ്റും ഉണ്ട്, കറുപ്പ് സിമെൻറ്റും എല്ലാം ഉണ്ട്. ഇത് കെട്ടാൽ കറുപ്പാണ്, അപ്പം കറുപ്പ് എടുത്ത് നോക്കി. വെള്ളം, ഇത് ഉപ്പ് വെള്ളം, ആ വെള്ളം വേണ്ട, മറ്റേ വെള്ളം മതി. ഇങ്ങനെ എല്ലാ രസമുള്ളത് എടുക്കണം. അവിടെ മേസ്ത്രി ഉണ്ട്. എന്നിട്ട് പറയും ഇതെല്ലാം കുഴച്ചിട്ടാണ് പിന്നെ കെട്ടുന്നത്. പക്ഷേ നമ്മളെ ശരീരത്തിന് അതില്ലാലും തിരിച്ചറിയാൻ വേണ്ട ഒരു രസമുണ്ട്. അതിനാണ് നാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാവാണ് രുചിച്ചിട്ട് ഇതല്ല, ഈ വസ്തു എല്ലാം മതി ശരീരം നിർമ്മിക്കാൻ എന്ന് തീരുമാനിക്കുന്ന നാവും രസവുമാണ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് അതോടൊപ്പം തന്നെ വായ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരാവശ്യമുണ്ട്. ഈ വായ കൊണ്ട് പിറ്റേ ഒരു കാലത്ത് എന്ത് വേണം? സംസാരിക്കുകയും വേണം. അതിനുള്ള സൗകര്യം ഇപ്പം ചെയ്തു വെക്കട്ടെ. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 19 എന്ന് പറയുന്നു, വചിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് വിരാടിൻ്റെ വായയിൽ നിന്നും അഗ്നിയും വാഗീന്ദ്രിയും അവയിൽ നിന്നും വചനവും ഉണ്ടായി. സംസാരിക്കാനുള്ള ഒരു പ്രേരക ശക്തി പോയിട്ട് സംസാരിക്കാനുള്ള ആ സെറ്റപ്പും കൂടി അവിടെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഗർഭകാലം വരെ തടസ്സം നേരിട്ടു. എന്തിന്? സംസാരിക്കാൻ തടസ്സം നേരിട്ടു. അത് ഉപയോഗിച്ചൊന്നുമില്ല, അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഭക്ഷണം എടുക്കാനാണ് വായും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഉപകരണങ്ങളും എല്ലാം ഉണ്ടാക്കിയതെങ്കിലും ഈ അവയവങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെൻറ്റും കൂടി, സംസാരിക്കാനുള്ള അറേഞ്ച് കൂടി അടിത്തറയോടെ പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ സംസാരിക്കുന്നില്ല. ഇനി 20 ഘ്രാണിക്കാൻ ആഗ്രഹിച്ചപ്പോൾ 2 അപ്പം പിന്നെ ഘ്രാണിക്കാനായിരിക്കുമ്പോൾ ഭക്ഷണത്തിന് പിന്നെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ വസ്തുക്കളെല്ലാം രുചിച്ചു നോക്കിയിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല. ചിലത് എന്ത് വേണം? മണത്ത് നോക്കിയിട്ട് എടുക്കണം. നമ്മൾ വീട് കെട്ടുമ്പോൾ മെറ്റീരിയൽ പലത് വേണ്ടെങ്കിലും ചിലതെല്ലാം കണ്ണുകൊണ്ട് നോക്കിയിട്ട്, ചിലത് കൈ കൊണ്ട് തൊട്ട് നോക്കും, എങ്ങനെ നല്ല കട്ടിയുണ്ടോ, കല്ലിന് ഇങ്ങനെ തട്ടി നോക്കും. ഇങ്ങനെയെല്ലാം ചെയ്യല്ലോ. അപ്പം നാവ് രുചിച്ചെല്ലാം നോക്കും, അത് മാത്രം പോരാല്ലോ, മണത്തും നോക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ അവയവത്തെ, വിരാട പുരുഷനിലെ ആ ജനിതക ഘടനയെ പോയിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുത്തു.
അപ്പോൾ രണ്ട് മൂക്ക് പ്രത്യക്ഷപ്പെട്ടു, രണ്ട് ദ്വാരങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അതിൽ മണക്കാനുള്ള ഇന്ദ്രിയവും, ഇന്ദ്രിയം എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ്, വെറും മൂക്കുണ്ടായ പോലല്ല, അതിന് ഇന്ദ്രിയം വേണം. നാഡികളും ഉണ്ടാക്കി. നാഡികളിലൂടെ എന്തുണ്ട്? വായു കിടക്കുന്നുണ്ട്, വായുവുണ്ട്. അപ്പോൾ അതിൽ ഒരു വസ്തു പോയി അവിടെ മണക്കേണ്ട സ്ഥലത്ത് തട്ടുമ്പോൾ അവിടുത്തെ നെർവ്സ് ആക്ടിവേറ്റ് ചെയ്ത് ഒരു സിഗ്നൽ വായു, അപ്പോൾ വായു അവിടെ എത്തി. രണ്ട് ദ്വാരങ്ങളുണ്ടാക്കി, ഇന്ദ്രിയങ്ങളുണ്ടാക്കി, മണക്കാനുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ടാക്കി. അതിൽ വായുവിനെ ചലിപ്പിച്ചു, സിഗ്നലും ഉണ്ടാക്കി. അപ്പം അങ്ങനെ മൂക്കും വന്നു. ഇങ്ങനെയാണ് സൃഷ്ടി പോകുന്നത്. എനിക്ക് 21. പിന്നെ അതും പോരല്ല, കണ്ടിട്ട് വസ്തുക്കൾ എടുക്കേണ്ടി വരും. നമ്മളെ എല്ലാം തിന്നാൻ വേണ്ടി നോക്കിയിട്ടല്ലേ എടുക്കുക. ആ മാങ്ങ കൊള്ളാം തിന്നാൻ, അല്ലെ അരി കൊള്ളാം, അപ്പം കണ്ണും വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ജനിതകഘടനയിലുള്ള കണ്ണിൻ്റെ അവയവത്തെ ആ ജീനുകളെ കുത്തിയങ്ങളക്കി നീ ഇനി ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കൺദ്വാരങ്ങളും ഉണ്ടായി. അതിൻ്റെ അകത്ത് കൃഷ്ണമണിയെല്ലാം ഉണ്ടായി. ഇന്ദ്രിയം, കണ്ണെന്ന ഇന്ദ്രിയം ഉണ്ടായി. അതിൻ്റെ ആധിപത്യം ആർക്ക് കൊടുത്തു? സൂര്യന് കൊടുത്തു. സൂര്യനാണ് കണ്ണിൻ്റെ നാഡികളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന അധിപൻ. സൂര്യനുമായിട്ട് അതിന് ലിങ്ക് കൊടുത്തു. അങ്ങനെ നേത്രേന്ദ്രിയമുണ്ടായി. അതിൻ്റെ അധിപനാണ് സൂര്യൻ. അതിലൂടെ രൂപങ്ങളെ തിരിച്ചറിയാനുള്ള അവസ്ഥയും ഉണ്ടാക്കി. അപ്പം ഈ തരത്തിലാണ് ശരീരത്തിലെ വളർച്ചകൾ, ജീനുകൾ ഡെവലപ്പായി വരുന്നത്. ഇത് മൃഗങ്ങളിലും എല്ലാം തന്നെ, കോഴിക്കോട്ടിലും വിരിയുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് 22 വേദങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് കർണദ്വാരങ്ങൾ ഉണ്ടാക്കി. വേദങ്ങൾ കേൾക്കണമല്ലോ. അപ്പം ആദ്യം ഈ തലയിലുള്ള ഭക്ഷണത്തിനെല്ലാം വേണ്ടിയാണ്, ഇതും ഭക്ഷണവുമായിട്ട് പ്രധാനപ്പെട്ട തലയായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് ആദ്യം ഡെവലപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് വരുന്നത്. അപ്പം രണ്ട് ദ്വാരങ്ങൾ ചെവിയും ഉണ്ടാക്കി. ഇനി ശ്രവണേന്ദ്രിയ, കേൾക്കുവാനുള്ള ഇന്ദ്രിയങ്ങളെ അവിടെ ഡെവലപ്പാക്കി വെച്ചു. അതിൻ്റെ അടിസ്ഥാന ദേവതയും ഉണ്ടാക്കി. അതിനെല്ലാം ഓരോ ദേവതകൾക്ക് ആധിപത്യം കൊടുത്തു. അവരാണ് പിന്നെ അതിൻ്റെ കൺട്രോളെല്ലാം ചെയ്യുക, അതിൻ്റെ ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ ഓരോ ഫാക്ടറിയെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ചാർജ് ഒരാൾക്ക്, നീ നോക്കിക്കോ ഇലക്ട്രിക്കൽ സെക്ഷൻ. അതുവരെ ഇന്ദ്രിയങ്ങളെല്ലാം സ്ഥാപിച്ചിട്ട് അതിനൊരു ദേവതയുണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം അങ്ങ് ഗ്രഹങ്ങളുമായിട്ടെല്ലാം, അതാണ് ആകാശത്തിൽ നിന്നാണ് ഇതാദ്യം ഡെവലപ്പ് ചെയ്തതെന്നെല്ലാം പറഞ്ഞില്ല. എന്നിട്ട് അതും കഴിഞ്ഞു. ഇനി 23 പദാർത്ഥങ്ങളുടെ മർദ്ദലൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്, കൊള്ളാമോ, അരി കൊള്ളാമോ, ഈ ശരീരം ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം തൊട്ട് നോക്കിയിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചർമ്മം, കയ്യല്ല ചർമ്മം, അതായത് മുഖത്തെല്ലാം ചർമ്മങ്ങൾ, ചൂട്, തണുപ്പ് എന്നിവ അളക്കാൻ വേണ്ടി ത്വക്കുന്ന ഇന്ദ്രിയം ഉണ്ടാക്കി. ചർമ്മം ഉണ്ടാക്കി, അതിൽ ത്വക്ക് എന്ന ഇന്ദ്രിയം ഫിറ്റ് ചെയ്യും. ചർമ്മം ഉണ്ടാക്കിയിട്ട് ത്വക്ക് എന്ന ഒരു ഇന്ദ്രിയങ്ങൾ, സ്പർശനേന്ദ്രിയം, സെൻസിങ് ഓർഗൻസ്, സെൻസ് ഉണ്ട്. നമ്മൾ സെൻസർ എന്ന് പറയും, ഇലക്ട്രോണിക്സിൽ സെൻസർ എന്ന് പറയും. ഇവിടെ നമ്മളെ ശരീരത്തിൽ സെൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻസർ മാത്രമല്ല ഉണ്ടാക്കിയത്, രോമകൂപങ്ങളിലാണ് ഇന്ദ്രിയങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രോമകൂപം ഉണ്ടായിട്ടുണ്ട്, ആ കൂപത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്. ആ രോമത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വായു സഞ്ചരിച്ചിട്ട് പുറം ലോകവും അകൽ ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. രോമങ്ങൾ ഒരു ആൻറ്റിന മാതിരിയാണ് വർക്ക് ചെയ്യുന്നത്.
വെറുതെ ഒരു രോമം വെച്ചതല്ല. പുറത്തുള്ള ഗ്രഹങ്ങളുമെല്ലാമായിട്ട് ആകർഷണ ബലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ആന്റിനയായിട്ടാണ് ഈ രോമങ്ങൾ ആക്ട് ചെയ്യുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു ആന്റിനയാണ് നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ. അതിൻ്റെ അടിയിൽ ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ പുറത്തുള്ള വായുപ്രവാഹം, അതായത് സിഗ്നൽ സിസ്റ്റത്തെ സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഗ്രഹങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതൊന്നും ആധുനിക സയൻസ് മനസ്സിലാക്കിയതല്ല. ഇനി 24 ഇപ്പം വായു ഇതിലൂടെ അകത്തും പുറത്തും പോകുന്നതെന്ന് വെച്ചാൽ വായു എന്ന് പറഞ്ഞാൽ സാധാരണ വായുവല്ല. ഈ രോമത്തിലൂടെ സിഗ്നൽ സിസ്റ്റം പുറത്തേക്കും വെളിയിലും പോകുന്നുണ്ട്. അത് ആകർഷണ ബലം എന്ന നിലയിലാണ്. അതെങ്ങനെയാണെന്നല്ല പിന്നീട് നമുക്ക് സയൻസിലൂടെ തന്നെ കാണാം. ഇനി 24 പല കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ ആ പുരുഷൻ പല 2 കൈകൾ ഉണ്ടാക്കി. ഇന്ദ്രനാണ് അതിൻ്റെ അധിപൻ. അപ്പോൾ ഇനി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജനിതക ഘടനയിൽ കൈ വളരുവാനുള്ള അവയവങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് കൈ രൂപാന്തരപ്പെട്ടു. അതിൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രൻ എന്ന പ്രതിഭാസമാണ്. ഇന്ദ്രൻ ആരാണെന്നെല്ലാം പണ്ട് പറഞ്ഞു കഴിഞ്ഞു വേദത്തിലൂടെ. അതിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായത്. ഇനി 25 ഇനി ചലിക്കാൻ വേണ്ടിയിട്ട് ആ പുരുഷന്റെ ആ ജനിതക ഘടനയെ പ്രേരിപ്പിച്ചുകൊണ്ട് 2 കാലുകൾ ഉണ്ടാക്കിയെടുത്തു. ആ ചരണങ്ങൾക്ക് വിഷ്ണു തന്നെയാണ് അടിസ്ഥാന ദേവത. കാരണം കാലുകൊണ്ട് നമ്മൾ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്, നമ്മളെ ചലിപ്പിക്കുകയാണ്. അത് വിഷ്ണു തന്നെയാണ് അതിൻ്റെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കർമ്മം ചെയ്യിക്കുന്നത് ഇന്ദ്രനാണെങ്കിലും വിഷ്ണുവാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നിയന്ത്രിക്കുന്നത്. അപ്പം അതിൻ്റെ ആധിപത്യം വിഷ്ണുവിന് തന്നെയാണ്. അതെന്തിനു വേണ്ടി? തങ്ങളുടെ ഗമനാഗമന പ്രവർത്തനത്തിലൂടെ യജ്ഞത്തിലുള്ള ഹവിസ്സുകൾ സ്വീകരിക്കാൻ. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യാനുള്ള ഹവിസ്സുകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ കാല് തന്നിരിക്കുന്നത്. അതായത് എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ. അപ്പം കർമ്മം ചെയ്യാനുള്ള ഹവിസ്സുകൾ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കാലുകൾ തന്നിരിക്കുന്നത്. ഇനി 26 സന്താനം, സംയോഗ, സുഖം, സ്വർഗാദി ലോകപ്രാപ്തി എന്നിവയെ ആശ്രയിച്ച് പുരുഷനെ ജനനേന്ദ്രിയം ഉൽപ്പാദിപ്പിച്ചു. പിന്നെ സന്താനങ്ങൾ ഉണ്ടാകണം, ഭാവി തലമുറ ഉണ്ടാകണം, സംയോഗം നടക്കണം, സുഖം ഉണ്ടാകണം, ഇന്ദ്രിയ സ്വർഗലോകമായിട്ട് ബന്ധം സ്ഥാപിക്കണം. സ്വർഗലോകത്തിലും ബ്രഹ്മം, അതായത് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്തിൽ എല്ലാം മറന്നിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതായത് കൃഷ്ണനുമായിട്ട് ലയിക്കുന്ന സമയമാണ്. അതിനെല്ലാം വേണ്ടിയിട്ടുള്ള അവയവങ്ങളും ഉണ്ടാക്കി. ഉപസ്ഥം എന്ന ജനനേന്ദ്രിയം ഉണ്ടാക്കി. അതിനെ കാമവികാരങ്ങളുടെ ദേവതയും നിശ്ചയിച്ചു. അതിനെല്ലാം നിയന്ത്രിക്കുന്ന ചില ദേവതകൾ ഗ്രഹങ്ങളായിട്ട് മുകളിൽ ഉണ്ട്. ഇനി 27 ഭക്ഷിച്ചതിൻ്റെ വല്ല മിച്ചമെല്ലാം ഉണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഗുദദ്വാരം ഉണ്ടാക്കി. അപ്പൊ ഇതെല്ലാം വിരാട് പുരുഷന്റെ ജനിതക ഘടനയിൽ, അല്ലെങ്കിൽ നമ്മളുടെ അണ്ടവും ഭ്രൂണവും ചേർന്നിട്ടുണ്ടാകുന്ന ആ ജനിതക ഘടനയിലുള്ള
ചില അവയവങ്ങളെ പ്രേരിപ്പിച്ചിട്ടാണ് മലദ്വാരം ഉണ്ടാക്കിയത്. ഇതിൻ്റെ മലദ്വാരത്തിൽ എന്തു ചെയ്തു? അതിൻ്റെ അടിസ്ഥാന ദേവതയെയും മിത്രൻ എന്ന അടിസ്ഥാന ദേവതയെയും അതിനെ അടിസ്ഥാനമാക്കി വിസർജനവും നടക്കുന്നു. അതിൽ വായു എന്ന വിസർജന ഇന്ദ്രിയവും സ്ഥാപിച്ചു. ഇനി ഇതേപോലെ തന്നെ ഒരു ദേഹത്തിൽ നിന്നും അടുത്ത ദേഹത്തിലേക്ക് പോകുവാനായുള്ള ആഗ്രഹത്താൽ പൊക്കിൾക്കൊടി ഉണ്ടാക്കി. അപ്പോൾ ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പൊക്കിൾക്കൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൂടെയാണ് കൊച്ചിലേക്ക് പോകാൻ വേണ്ടി അതും ഉണ്ടാക്കി വെച്ചു. അതിൽ അപാനൻ എന്ന ഇന്ദ്രിയത്തെ സ്ഥാപിച്ചു. അപാനൻ എന്ന വായു അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൊക്കിൾക്കൊടിയിലാണ് അപാനൻ എന്ന വായു. അതിനെന്തുമായിട്ട് ബന്ധമുണ്ട്? മരണവുമായിട്ട് ബന്ധമുണ്ട്. മരണം ഈ അപാനനെ ആശ്രയിച്ചാണ്, അതിൻ്റെ ദേവത കൂടിയാണ്. അപ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മളെ ഈ പൊക്കിൾക്കൊടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ആ നാഡികളിലാണ് അപാനൻ്റെ കേന്ദ്രം. മരിക്കുന്ന സമയത്ത് ഈ അപാനൻ വലിഞ്ഞു മുകളിലേക്ക് പോകും. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഈ അപാനനെയും കൂട്ടിയിട്ടാണ് മരണം മുകളിലേക്ക് പോകുന്നത്. അതെല്ലാം പിന്നെ പറയും. പിന്നെ ഭക്ഷണപാനീയങ്ങൾ ആഗ്രഹിച്ച മനുഷ്യന് അതിൻ്റെ വയറും കുടലും ഞരമ്പും ആയ ഇന്ദ്രിയങ്ങളും ഉണ്ടായി. പിന്നെ ഞരമ്പും കുടലും ഇന്ദ്രിയങ്ങളും എല്ലാം അതിൻ്റെ അനുസരിച്ച് ഡെവലപ്പായി വരുന്നു. കാരണം അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഉണ്ടായി. ഈ ഇന്ദ്രിയങ്ങൾക്കും സമുദ്രവുമായും നദികളുമായും അടിസ്ഥാന ദേവതകളാണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ വിരാട പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വിരാട പുരുഷനിൽ നമ്മളുടെ വയറിനെയെല്ലാം നദികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിരാട പുരുഷൻ്റെ നമ്മളിലുള്ള ഈ വയറ് ഇതെല്ലാം വിരാട പുരുഷനുമായിട്ട് പ്രപഞ്ചവുമായിട്ട് ഏറ്റെടുക്കുമ്പോൾ അത് നദികൾക്ക് സമാനമാണ്. അതിലൂടെ ഉദരപൂർത്തിയും വളർച്ചയും സംഭവിക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റേ ശരീരത്തിൽ നിന്നാണ് ആദ്യം വായുവെല്ലാം ആദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിലും മറ്റേ ശരീരത്തിലുള്ള പൊക്കിൾക്കൊടിയിലൂടെയാണ് ഇതെല്ലാം വേണ്ടതെല്ലാം പ്രവേശിക്കുന്നത് എന്നുള്ളൊരു കാര്യവും അവിടെ ശ്രദ്ധിക്കണം. അതാദ്യം തന്നെ അതുമായിട്ടൊരു ബന്ധവും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 30 തൻ്റെ മായയെപ്പറ്റി നിരന്തരം ഉള്ള ചിന്തയിൽ ഹൃദയം എന്ന അധിഷ്ഠാനമുണ്ടായി. അതിൽ നിന്നാണ് പിന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അതിൽ മനസ്സെന്ന ഇന്ദ്രിയം, ചന്ദ്രൻ എന്ന അടിസ്ഥാന ദേവതയും സങ്കല്പവും അറിയാനും ദേവതയും ഉണ്ട്. അതായത് മനസ്സ് ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം ഹൃദയം, മനസ്സ്, ചന്ദ്രൻ ഇതെല്ലാം ലിങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം മായയുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ്. അപ്പം നമ്മളിൽ ഞാനെന്നൊരു ചിന്ത, ഞാനെന്ന ചിന്ത ഹൃദയത്തൊന്നും ഏതുമായിട്ടുണ്ട്? തലച്ചോറിലെ മനസ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല പുറത്തുള്ള ചന്ദ്രനുമായിട്ട് അതിന് ബന്ധമുണ്ട്. അത് നാഡികളിലൂടെയെല്ലാം ഏകോപിപ്പിച്ചിട്ടാണ്. ഈ മനസ്സ് തന്നെ ഏതാണെന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നെറ്റ് എഫക്റ്റാണ് ഞാനെന്ന ചിന്ത. അതിൻ്റെ കേന്ദ്രം ഹൃദയമാണ്. ഈ ഹൃദയം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സങ്കല്പവും പിന്നെ അറിവും
എല്ലാമാണ്. ഈ അറിവ്, സങ്കല്പം ഇതെല്ലാമാണ് ഇതിൻ്റെ വിഷയങ്ങൾ, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, മനസ്സുമായിട്ട്, ഹൃദയവുമായിട്ട്, ചന്ദ്രനുമായിട്ട്. ഇനി 31 പറയുന്നു ഉൾത്തൊലി. അപ്പൊ തൊലി എന്ന് പറയുന്ന പുറത്തെ തൊലിയുണ്ട്, അകത്തെ തൊലിയുണ്ട്. അപ്പൊ ഉൾത്തൊലി, പുറത്തെ തൊലി, മാംസം, രക്തം, കൊഴുപ്പ്, മജ്ജ, ഇവ ഭൂമി, ജലം, അഗ്നി എന്നിവയിലൂടെ ഉണ്ടായി. ഭൂമി, ജലം, അഗ്നി എന്ന് പറയുമ്പോൾ കര, ദ്രവ, ഊർജത്തിലൂടെയാണ്. കരവസ്തുവാണ്. തൊലിയെല്ലാം കരമാണല്ലോ. മാംസം കരമാണ്, രക്തം ജലമാണ്, കൊഴുപ്പ് രണ്ടും കൂടിയതാണ്, മജ്ജ ഇതെല്ലാം പോലെ അസ്ഥി എന്നത് പറയുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന് പറയുന്നത് കരം. കരം, ഭൂമി, ജലം, അഗ്നി എന്ന് പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഊർജം, അഗ്നി. ഇതിനെ കൊണ്ടാണ് ഉൾത്തൊലി, പുറംതൊലി, മാംസം, രക്തം, കൊഴുപ്പ്, മജ്ജ, അസ്ഥി എന്നിവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പ്രാണൻ ആകാശം, ജലം, വായു എന്നിവനെ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാണൻ എന്നത് നമ്മളെ ജീവനുള്ള ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന നാഡികളിലൂടെയുള്ള സിഗ്നലുകൾ. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നാഡികളിലൂടെയാണ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ആകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ സ്വാധീനം നേരത്തെ പറഞ്ഞവർ രോമങ്ങളിലൂടെയും നാഡികളിലൂടെയും എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അതിലൂടെയാണ് നാഡികളിലെ പ്രവർത്തനങ്ങൾ. അത് ഇതിനുണ്ട്, ആകാശമുണ്ട്, ജലമുണ്ട്, വായു, ഇതെല്ലാം കൂടിയിട്ടാണ് ഈ നാഡികളുടെ പ്രവർത്തനങ്ങളെ. കാരണം രാസപ്രവർത്തനങ്ങളും കൂടി അവിടെ നടക്കുന്നുണ്ട്. വെറും ഇലക്ട്രിക്കൽ പൾസ് അല്ല, ഇലക്ട്രോ കെമിക്കൽ പൾസാണ്. അപ്പം ജലവും ദ്രവരൂപത്തിലുള്ള സാധനങ്ങളും എല്ലാം കൂടിയിട്ടാണ്, വായു എല്ലാം കൂടിയിട്ടാണ് നാഡി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ശ്രോതാദി 32 ചുരുക്കി പറഞ്ഞ അത് വ്യാഖ്യാനമൊന്നും വേണ്ട. ശ്രോതാദികളായ ഇന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങളിൽ വിഹരിക്കുന്നു. അഹങ്കാരത്തിൽ നിന്നും ഗുണങ്ങൾ രൂപപരിണാമം മൂലം സംഭവിക്കുന്നു. രൂപങ്ങൾക്ക് പരിണാമത്തിലൂടെയാണ് അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പല രൂപങ്ങളുള്ള വസ്തുക്കളെല്ലാം കാണുമ്പോൾ നമ്മുടെ ഞാനെന്ന അഹങ്കാരം നമ്മുടെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പരിണാമത്തിലൂടെയാണ് സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്. മനസ്സ് എന്നത് സകല വികാരങ്ങളുടെയും സമൂഹമാണ്. മനസ്സ് എന്ന് പറയുന്ന ഈ സാധനം നമ്മളിലുള്ളാവുന്ന എല്ലാ വികാരങ്ങളും എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മനസ്സ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. നമ്മുടെ വിചാരങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള, അനലൈസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ മനസ്സ്. ബുദ്ധി, ജ്ഞാനങ്ങളുടെ എല്ലാം ചിന്ത, ഇത്തരം പ്രവർത്തനം, ജ്ഞാനം, അറിവ് ഇതെല്ലാം ഇത് കൂടിച്ചേർന്നിട്ടുള്ള ഒരു രൂപം ചേർന്നതാണ് ബുദ്ധി. ഇനി 33 പറയുന്നു, ഇവിടെ വിസ്തരിച്ച ഭഗവാന്റെ ബ്രഹ്മാണ്ഡകാരമായ സ്വരൂപം ഈ നമ്മൾ പോലെയുള്ള എല്ലാ ജീവജാലങ്ങളും കൂടിച്ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ഡം. അതാണ് വിരാട് പുരുഷന്റെ സ്ഥൂല രൂപം. ആ ഇവിടെ വിവരിച്ച ഭഗവാന്റെ ബ്രഹ്മാണ്ഡകരമായ ആ സ്വരൂപം, അതായത് ആ വലിയ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും കൂടിയതാണ്. അത് ഭൂമി തൊട്ട് 8 വിധം ബഹിർഭാഗത്ത് മറക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഭൂമി മുതൽ 8 ഭാഗങ്ങളായിട്ട് മറിച്ചിട്ടുണ്ട് മുകളിൽ. അത് നമുക്കറിയാം. 7 ലോകങ്ങൾ, ഭൂമിക്ക് മുകളിൽ 7 ലോകങ്ങളുണ്ട്. അതാണ് 8 എന്ന് പറയുന്നത്. ഭൂമി തൊട്ട് 8, ഭൂമിക്ക് മുകളിൽ 7 ലോകങ്ങൾ. ഈ 7 ലോകങ്ങളെ കൊണ്ട്
നമുക്കതൊന്നും കാണാൻ പറ്റില്ല. 7 ലോകങ്ങളുണ്ട് മുകളിൽ, ഭൂമിക്ക് മുകളിൽ. അതെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കതൊന്നും കാണാനുള്ള കഴിവില്ല. നമ്മളെ അവയവങ്ങളെ കൊണ്ടൊന്നും ഈ പ്രപഞ്ചം മുഴുവനൊന്നും കാണാൻ പറ്റില്ല. ഇനി 34 പറഞ്ഞ് ഇതിലും പുറത്തായിട്ട്, ഉപരിയായിട്ട്, അതിസൂക്ഷ്മമായി, വ്യക്തിത്വമൊന്നുമില്ലാത്ത, നിർവചിക്കാൻ പറ്റാത്ത, ആദ്യവും മധ്യവും അന്ത്യമൊന്നുമില്ലാതെ, എന്നും ഒരേപോലെ, വാക്കിനും മനസ്സിനും ഒന്നും വർണ്ണിക്കാൻ പറ്റാത്ത അതീതമായ ഒരു സർവകാരണ സ്വരൂപം ഇരിക്കുന്നു. ഇതിനെല്ലാം പുറത്തായിട്ട്, സൂക്ഷ്മമായിട്ട്, ഇതിനെല്ലാം കാരണമായി തീർന്ന, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രേരിപ്പിച്ച, അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പലതായി തീരാണ് ഒരു രൂപം ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞ 35 പറഞ്ഞ, ഇവിടെ പറഞ്ഞ സ്ഥൂല സൂക്ഷ്മമായ 2 ഭഗവാന്റെ സ്വരൂപങ്ങളും, അതായത് സ്ഥൂലമായ ആ കാണുന്ന രൂപം, അതായത് വിരാട പുരുഷന്റെ ജനിതകമായ ആ സൂക്ഷ്മ രൂപവും, അത് വലുതായി മാറുമ്പോഴുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ വിരാട രൂപവും രണ്ടാണെങ്കിലും പരമജ്ഞാനികൾ അവയെ അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം മായാലുള്ള പരിപാടിയാണ്. അതിൻ്റെ പുറത്തുള്ളതാണ് പ്രധാനം. അത് ആർക്ക്? പരമജ്ഞാനികൾ. 36 പ്രകൃതിയിൽ നിന്നും അതീതനായ ആ സർവേശ്വരൻ ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട്, പ്രകൃതിക്ക് അതീതമായ ആ സർവേശ്വരൻ ബ്രഹ്മാവിൻ്റെ ഒരു രൂപം ധരിച്ചു. അത് തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറിയത്. പ്രാണിവർഗങ്ങളും പേരും രൂപവും വ്യാപാരവും ധരിക്കുന്നു. എല്ലാ പ്രാണിവർഗങ്ങളും രൂപം, ബ്രഹ്മാവിൻ്റെ രൂപം മാത്രമല്ല ധരിച്ചിരിക്കുന്നത്, എല്ലാ പ്രാണിവർഗങ്ങളുടെ രൂപം, അതായത് എൻ്റെ രൂപവും ധരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ. ബ്രഹ്മാവ് മാത്രമല്ല, എല്ലാ പ്രാണിവർഗങ്ങൾക്കും അവയുടെ പേരും, അപ്പം പ്രമോദി എന്ന് പറയുന്ന പേരും അത് തന്നെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണനായിട്ട് അതിനെ ചിത്രീകരിക്കുന്നത്. രൂപവും, ഈ രൂപവും ആ ബ്രഹ്മം തന്നെയാണ് ആയിരിക്കുന്നത്. എല്ലാ വ്യാപാരങ്ങളും, ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. കർമ്മത്തോട് ചർച്ചയില്ലാത്തവൻ കർമ്മമുള്ളവനായി തീർന്നിരിക്കുന്നു. അതിന് ഈ കർമ്മങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിലും അത് കർമ്മവുമായി തീർന്നിരിക്കുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം. ഞാൻ ഒരു നാടകത്തിൽ രാമനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ആ രാമനുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ തന്നെയാണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ അത് തന്നെയാണ് ഈ ഞാനും എല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മവുമായിട്ട് അതിനൊരു ബന്ധമില്ല താനും. പക്ഷെ അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് ചെയ്യുന്നത്. ഇനി 37, 38, 39, 40 പ്രജാപതി, മനുക്കള്, ദേവന്മാര്, ഋഷികള്, ഗുണങ്ങള്, സിദ്ധന്മാര്, ഗന്ധർവന്മാര്, എല്ലാം പറയാണ്. കൂഷ്മാണ്ഡങ്ങള്, വേതാളങ്ങള്, ദേവത, സ്ഥാവര ജംഗമ വസ്തുക്കള്, ഇങ്ങനെ കരം, വെള്ളം, ജലം, ആകാശം, ഇങ്ങനെയെല്ലാം ഉള്ളത്, ഇങ്ങനെയെല്ലാം എല്ലാം കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭേദങ്ങളാൽ സൃഷ്ടിച്ചു. പല ലക്ഷ്യത്തിന് വേണ്ടി, പല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, പല ഉപയോഗത്തിന് വേണ്ടി ഇതെല്ലാമായിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അതിനെ എല്ലാത്തിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല, സമയം കളയാതിരിക്കാൻ. ഇനി 41 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സത്വ, രജോ, തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേവന്മാരും മനുഷ്യരും അസുരരും ഈ 3 ഗതികൾ ഉണ്ടായത്. അത് സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റഡിയായ അവസ്ഥ, രജോ ഗുണം എന്ന് കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള മനുവിനെ, മനുഷ്യര്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ എതിർക്കുന്നത് അസുരന്മാർ. ഇപ്പം 3 ഗുണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന്
മറ്റേ രണ്ടുമായിട്ട് പ്രത്യേക അളവിൽ ചേരുമ്പോഴാണ് പലതരത്തിലുള്ള 3 തരത്തിലുള്ള ജന്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളിൽ തന്നെ എന്തുണ്ട്? മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അതല്ല, ശുദ്ധമായ മനുഷ്യൻ, ശുദ്ധമായ ദൈവം, ശുദ്ധമായ അസുരൻ, ഇനി 3 ഗുണങ്ങളുണ്ട്. അതിൽ തന്നെ കുറച്ച് മനുഷ്യനെ എടുത്തിട്ട് ദൈവത്തിൻ്റെയും മറ്റേനെയും കുറേ അംശങ്ങൾ ഓരോ റേഷ്യോയിലെന്ന് ചേർക്കുമ്പോൾ മനുഷ്യരിൽ തന്നെ പല രൂപങ്ങൾ, പലതരം ജീവജാലങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യരിൽ തന്നെ എന്തുണ്ട്? ദൈവഗുണമുണ്ട്, അസുര ഗുണമുണ്ട്, ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലായിട്ടുള്ള ജന്മങ്ങൾ പിന്നെയായിട്ട് മാറി വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇനി 42 പറയുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലോകനാഥനായ സർവേശ്വരൻ തന്നെ ധർമ്മത്തിനനുസരിച്ച് വിഷ്ണു രൂപം ധരിച്ചു. ആ ബ്രഹ്മം തന്നെയാണ് ധർമ്മം, ഓരോ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണു രൂപം ധരിച്ചു. പിന്നെ എന്തും ചേർത്തിട്ടുണ്ട്? മനുഷ്യന്റെ രൂപവും ധരിക്കുന്നു. ദേവന്മാർ എന്നിവരുടെ എല്ലാം രൂപത്തിലുള്ള അവതാരങ്ങളിലും ലോകത്തെ നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനായിട്ട് കയറി വരുന്നു. അപ്പം മനുഷ്യരായിട്ടുള്ള അവതാരവുമായിട്ടും വരുന്നു എന്നാണ് പറയുന്നത്. ദേവന്മാരും മനുഷ്യന്മാരുമായിട്ടല്ല. അത് തന്നെയാണ് മനുഷ്യരായിട്ട് അവതാരം തന്നെയാണ്. ഓരോ മനുഷ്യനും ഓരോ അവതാരമാണ്, അല്ലാതെ വേറെ തന്നെ അവതാരമൊന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്നത് രാമനായിട്ട് എടുക്കാം. കാരണം രാമൻ, ആ കാലഘട്ടത്തിൻ്റെ രാമൻ ആരാണ്? ഗാന്ധിജി തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഓരോ രാഷ്ട്രത്തിലൊന്നുണ്ട് മനുഷ്യരായിട്ട് തന്നെ അവതാരങ്ങളായിട്ട് വന്നിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കഥയിൽ ഒരു രാമൻ എന്ന് പറയും, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ആ കാലത്തിലെ ആ വ്യക്തികളിലൂടെയാണ് അത് ആക്ട് ചെയ്യാന്ന് വേറെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 43 അനന്തരം അവസാന കാലം എത്തുമ്പോൾ എന്ത് ചെയ്യും? തന്നിൽ നിന്നും ഉത്ഭവിച്ച ഈ ലോകത്തെ കാലാഗ്നിമയമായ രുദ്രനിലൂടെ കാർമേഘത്തെ കാറ്റെന്ന പോലെ, കാർമേഘത്തെ കാറ്റടിച്ച് കളയുന്നത് പോലെ രുദ്രനിലൂടെ, കാലാഗ്നി രൂപമായ രുദ്രനിലൂടെ എന്ത് ചെയ്യുന്നു? തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു കാലത്തിനനുസരിച്ച്. അത് ആ കാലം വരുമ്പോൾ ഇതെല്ലാം രുദ്രനിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് വസ്തുക്കളായിട്ട് മാറിയത്. തിരിച്ചു പോകുമ്പോൾ ഈ വസ്തുക്കളെല്ലാം, ഈ പ്രപഞ്ചമെല്ലാം കത്തി എരിഞ്ഞ് അവസാന ആറ്റങ്ങൾ കണങ്ങളായിട്ട് ഊർജമായിട്ട് അതിൽ പോയിട്ട് അങ്ങ് ലയിക്കും. എന്നിട്ട് എന്ത് പറയുന്നു? 44 സർവൈശ്വര്യാദി ഷഡ്ഗുണങ്ങളാൽ സമ്പന്നമായ സർവേശ്വരൻ ഈ വിധ സൃഷ്ടികർമ്മത്വത്തിൽ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നതെന്ന് ഞാൻ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു തന്നു. എന്തെങ്കിലും ജ്ഞാനികൾ ഈ നിലയിൽ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ജ്ഞാനികളായവര് ഇതൊന്നും ആ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന നിലയിൽ, അത് ബ്രഹ്മമാണ് എന്ന നിലയിൽ, ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായിട്ട് ചെയ്തതെങ്കിലും ആ ബ്രഹ്മമാണ് അതെന്ന് ജ്ഞാനികൾ ചിന്തിക്കാൻ തയ്യാറല്ല. അതായത് അത്രയും ജ്ഞാനമുള്ളവർ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു മായ കൊണ്ടുള്ള അതിൻ്റെ കളിയായിട്ടാണ് കാണുന്നത്. പിന്നെ 45 പറയുന്നു, ഗുണാതീതനായ ഈശ്വരൻ ഈ സൃഷ്ടിയിൽ കർത്തൃത്വമില്ല. അതിന് ഇവിടെ നടക്കുന്ന ഇത്രയും വിവരിച്ച് പറഞ്ഞിട്ട് പിന്നെയും അതെടുത്ത് പറയുകയാണ്. ഈ നടക്കുന്ന സൃഷ്ടിയിൽ അതിന് കർത്തൃത്വമൊന്നുമില്ല. പക്ഷേ അത് മായയാൽ ഈശ്വരനിൽ ആരോപിക്കപ്പെട്ടതായി വേദങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. വേദങ്ങളിൽ തന്നെ ഇതെല്ലാം ആ ഈശ്വരന്റെ ലീലയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഈശ്വരന്റെ ലീലയാണെന്ന് വേദങ്ങളിൽ അത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ജ്ഞാനികളായവര് ആ ശക്തി ഇതിലൊന്നും തലയിടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇനി 44 പറയുന്നു, 46 പറയുന്നു, ബ്രഹ്മാവിനെ സംബന്ധിച്ച ഈ മഹാകൽപ്പം, ഇതല്ല ഈ ബ്രഹ്മാവിലൂടെയാണല്ലോ ഈ സൃഷ്ടികൽപ്പം നടത്തുന്നത്. ഇത് ഈ
മഹാകൽപ്പം, അവയിലെ അവാന്തര കൽപ്പവും അതിൽ തന്നെ പല പ്രളയങ്ങളെല്ലാം ഉണ്ട്. ഒരു വലിയ പ്രളയം, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുറേ പ്രളയങ്ങളെല്ലാം ഉണ്ട്. ഈ കാലത്ത് നടക്കുന്ന അതിലൂടെ പിന്നെയും എല്ലാം സൃഷ്ടികൾ നടക്കുന്നുണ്ട്. ഈ സൃഷ്ടികളെല്ലാം പ്രാകൃതവും വൈകൃതവുമായ എല്ലാ സൃഷ്ടികളും എപ്പോഴും നടക്കുന്നുണ്ട്. മറ്റുള്ള മന്വന്തരങ്ങൾ ഇത് പ്രളയം വന്നിട്ടെല്ലാം നശിക്കും. പിന്നെ അടുത്ത മന്വന്തരം വരുമ്പോൾ ഇതുവല്ല ഇതേപോലെ തന്നെ ഏകദേശം ഇതേപോലെ തന്നെയാണ് പോകുന്നത് എന്ന് പറയാണ്. ഇനി 47 എന്നിട്ട് പിന്നെ 47 പറയുകയാണ്, കാലത്തിൻ്റെ സൂക്ഷ്മ സ്ഥൂല അളവുകൾ, ഇതിൻ്റെ എല്ലാം അളവ്, കൽപ്പാന്തരത്തിൻ്റെ സ്വഭാവം, അവാന്തര കൽപ്പം, മന്വന്തരം, ഇവയെ പറ്റിയെല്ലാം, ഇതെല്ലാം എത്ര കാലങ്ങളിലുണ്ട് എന്നതിനെ പറ്റിയെല്ലാം ഇനി ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. ഈ മന്വന്തരങ്ങളെ പറ്റിയെല്ലാം ഇനി ഞാൻ വിസ്തരിച്ച് പറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ശൗകൻ സൂതനോട് പറയുകയാണ്, ബന്ധുക്കൾ, അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തി, ഇനിയെല്ലാം അടുത്ത പറയുന്നു. അപ്പോൾ ശൗനകൻ സൂതനോട് ചോദിക്കുകയാണ്, ബന്ധുക്കളെ പിരിവാൻ ഒട്ടും താല്പര്യമില്ലാതെ വിദുരർ അവരെ വിട്ട് പുണ്യസങ്കേതങ്ങൾ തേടി സഞ്ചരിച്ചതിനെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഇത് കുറേ സയൻസായി പോയതുകൊണ്ട് ആൾക്കാർക്ക് മടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടക്ക് ശൗനകൻ കയറിയിട്ട് സൂതനോട് വേറൊരു കാര്യം പറയുകയാണ്. ബന്ധുക്കളെ പിരിവാൻ ഒട്ടും താല്പര്യമില്ലാതെ വിദുരർ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അലഞ്ഞു നടന്നു എന്ന് ചോദിക്കാം. അതെല്ലാം ഒന്ന് പറഞ്ഞതാന്ന് പറയുകയാണ്. വിഷയത്തിൽ നിന്ന് മാറി ഇടക്ക് ഇനി വിദുരരുടെ അടുത്തേക്ക് പോവുക. ഇനി 49 വിദുരരും മൈത്രേയനും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയം ഉണ്ടല്ലോ. മൈത്രേയൻ വളരെ ജ്ഞാനിയായ ഒരാളാണ്. മൈത്രേയൻ എന്തെല്ലാം ജ്ഞാനമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്, അതെല്ലാം ഒന്ന് പറഞ്ഞതാ എന്ന് പറയുകയാണ് ശൗനകൻ സൂതനോട്. ഇനി 50 വിദുരർ ഉറ്റവരെ വിട്ടുപോയതും പിന്നെ വീണ്ടും വന്നു ചേർന്നതുമെല്ലാം നമുക്ക് പറഞ്ഞു. വിദുരർ വിട്ടുപോയിട്ടുണ്ട്, പിന്നെ തിരിച്ചു വന്നിട്ട് ആദ്യം ഇവരോട് ചേർന്നേരം നമ്മൾ ഇതിന് മുമ്പിൽ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാം. ഇനി അപ്പോൾ സൂതൻ പറയുകയാണ്, പരീക്ഷത്തിനായി ചോദിക്കപ്പെട്ടപ്പോൾ ശ്രീ ശുഗമുനി പറഞ്ഞത് ഞാൻ നിങ്ങളോട് അതേ ക്രമത്തിൽ പറയാം, കേട്ടുകൊടുക്കാം. അപ്പോൾ സൂതൻ പറയുന്നു, പരീക്ഷത്തിനായിട്ട് സുഖദേവ് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ ശ്രീ സുഗമുനി പറഞ്ഞു കൊടുത്ത് ഞാൻ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം.